ഇടുക്കി മൗണ്ടൻ ടൂറിസം അസോസിയേഷൻ ഉദ്ഘാടനം നടന്നു. മാങ്ങാത്തൊട്ടി ഹാംലെറ്റ് ഫാം റിസോർട്ടിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് സേനാപതി വേണു MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. മലയോര ടൂറിസം മേഖലയുടെ സമഗ്രമായ വളർച്ചയും ഹോം സ്റ്റേ റിസോർട്ട് ഉടമകളുടെ കൂട്ടായ്മയെ ലക്ഷ്യമിട്ടുകൊണ്ട് രൂപം നൽകിയ ഇടുക്കി മൗണ്ടൻ ടൂറിസം അസോസിയേഷന്റെ ഉദ്ഘാടനം മാങ്ങാത്തൊട്ടി ഹാംലെറ്റ് ഫാം റിസോർട്ടിൽ വെച്ച് നടന്നു. ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു ഉദ്ഘാടനം നിർവഹിച്ചു. ഇലയിലാണ് ഭക്ഷണം കൊടുക്കുന്നത്, വാഴയിൽ. അപ്പൊ വാഴയിൽ എവിടെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതൊരു കൃഷിക്കാരൻ്റെ അടുത്ത് എൻ്റെ ഒരു തന്നെ പറഞ്ഞു വെച്ചിട്ട് നമ്മൾ കൃഷി ചെയ്തു. അപ്പൊ 500 വാഴയില മൊത്തത്തിൽ അവിടെ കൊണ്ടുവന്നു. അപ്പൊ ഒരു ഇലയ്ക്ക് റേറ്റ് പറഞ്ഞു ശരിക്കും 5 രൂപ വെച്ചിരുന്നത് 2500 രൂപ ഒരാൾക്ക് ഒരു മുടക്കമില്ല. വാഴ കൃഷി ചെയ്ത് വെട്ടിക്കൊണ്ട് വരിക എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അത് ഈർക്കിലി മുതൽ വാഴയില വരെ ഉള്ള മുഴുവൻ കാർഷിക ഉൽപ്പന്നങ്ങളും ആളുകൾക്ക് വിറ്റഴിക്കാൻ തക്ക രീതിയിൽ. അപ്പോൾ എല്ലാവർക്കും ഓരോരുത്തർക്കും അതിന്റെ പ്രയോജനം ലഭിക്കുകയാണ്. അതാണ് ടൂറിസം ഡെവലപ്പ് ചെയ്താൽ ഒരു ഗുണം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്കിതിനെ ഡെവലപ്പ് ചെയ്യണം, ഈ കൂട്ടായ്മ നമുക്ക് നിലനിർത്തണം. ഇത് എന്താ പറയുക, ഒരു നാടിന്റെ ഒരു പുതിയൊരു വികസന സംസ്കാരത്തിന്റെ ഒരു ഭാഗമായിട്ട് നമുക്കിതിനെ മാറ്റണം. എങ്ങനെ മൂന്നാർ ടൂറിസമായിട്ട് ഡെവലപ്പ് ചെയ്തോ അതിന് സമാനമായോ അതിനേക്കാൾ കുറച്ച് മികച്ച രീതിയിലോ നമുക്ക് നമ്മുടെ ഈ 4-5 പഞ്ചായത്ത്, അപ്പൊ ഇത് 5 കഴിയുമ്പോൾ അപ്പുറത്തെ പഞ്ചായത്തും ഒക്കെ ചേർന്ന് നമുക്കിതിനെ വികസിപ്പിക്കാനായിട്ട് കഴിയും. എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോ DTPCയുടെ നിങ്ങളുടെയൊക്കെ ഐഡിയ നമുക്ക് സംസാരിക്കാം. ഒരു സഹായം ഇല്ലെങ്കിൽ പോലും നമുക്കൊരു 4-5 വാഹനങ്ങൾ, അതിപ്പം പഞ്ചായത്ത് വഴി ഹയർ ചെയ്തോ ചെറിയ വാഹനങ്ങൾ നമ്മൾ തുടങ്ങിയാൽ പാലക്കാട് ആരംഭിക്കുന്ന ടൂറിസ്റ്റുകളെ ഈ ടൂറിസ്റ്റ് സെന്ററുകളിലെല്ലാം ചുറ്റി വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എത്തുക, ഒരു നിശ്ചിതമായ പണം അവരിൽ നിന്ന് ഈടാക്കി അവർക്ക് സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി. തുടക്കത്തിൽ വിജയിക്കണമെന്നില്ല. അപ്പോ ഈ ഒരു പ്രദേശങ്ങൾ മുഴുവൻ ഇപ്പൊ സ്വർഗമേട്ടിലേക്ക് പോകാൻ വലിയ വാഹനങ്ങൾ പോകത്തില്ല, ചെറിയ വണ്ടികളാണെങ്കിൽ പോകും. ആളുകൾക്ക് അത് കണ്ട് ആസ്വദിക്കാം. അപ്പൊ അത് ഒരു പീരിയോഡിക്കലായി 2 മണിക്കൂർ ഇടവിട്ടോ 4 മണിക്കൂർ ഇടവിട്ടോ അല്ലെങ്കിൽ ദിവസത്തിൽ രാവിലെ വൈകുന്നേരമായി ഈ പ്രദേശങ്ങളിലൂടെ സുഗമമായി യാത്ര ചെയ്യാനും അതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമുള്ള റിസോർട്ടുകളിലും ഹോം സ്റ്റേകളിലും ഒക്കെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ. ഇത് ഒരു ദിവസം കൊണ്ട് റോമാ സാമ്രാജ്യം കെട്ടിപ്പിടിക്കാൻ പറ്റുന്നില്ല. അത് നമ്മൾ നിരന്തരമായ ഒരു പ്രക്രിയ. അടുത്തൊരു 6 മാസം കൊണ്ട് അല്ലെങ്കിൽ അടുത്തൊരു 2 കൊല്ലം കൊണ്ട് നമുക്ക് ഈ പ്രദേശവും ഇവിടെയൊക്കെ 100 കണക്കിന് ടൂറിസ്റ്റുകൾ വന്ന് താമസിക്കാൻ ഇടമുണ്ടോ എന്ന് അന്വേഷിക്കുന്ന നിലയിലേക്ക് ഇത് വളരണം. അത് വളർത്താനായിട്ട് നമുക്ക് കഴിയും. ഈ ഓണക്കാലത്ത് നമുക്കതിനെ ഫലപ്രദമായിട്ട് വിനിയോഗിക്കണം എന്ന് ഞാൻ വിനയപരിസരം ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ദീർഘമായിട്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഏതാണ്ട് ഒരു 5:30 ആകുമ്പോഴത്തേക്ക് തിരിച്ച് നെടുങ്കണ്ടത്ത് ചെല്ലേണ്ടതുമാണ്. ഓഫീസിൽ ഒരുപാട് പേര് കാത്തിരിക്കും. അപ്പൊ ഏതായാലും ഞാൻ ജെയിംസിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. കാരണം ഒരു പുതിയ ഐഡിയ ഈ കാര്യത്തിൽ ജെയിംസാണ് കൊണ്ടുവന്നത്. അത് നമുക്ക് ഈ കൂട്ടായ്മ നമ്മുടെ സംഘടന രജിസ്റ്റർ ചെയ്യണം, അതിന് ഭാരവാഹികൾ ഉണ്ടാകണം, അതിന്റെ കണക്കും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് നടക്കണം, അതിന്റെ പീരിയോഡിക്കൽ മീറ്റിംഗ്സ് നടക്കണം, അതിന്റെ ഭാരവാഹികൾ വേണം. ഇവിടെ സൂചിപ്പിച്ച പോലെ ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഹറാസ്മെന്റ്, അല്ലെങ്കിൽ അസോസിയേഷൻ പ്രസിഡന്റ് ജെയിംസ് തെങ്ങൻകുടിയിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം തിലോത്തമ സോമൻ മുഖ്യപ്രഭാഷണം നടത്തി. അസോസിയേഷൻ സെക്രട്ടറി VP ചിഞ്ചുകുമാർ, വൈസ് പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. രാജാക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ, ശാന്തൻപാറ പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ്, ഉടുമ്പൻചോല പഞ്ചായത്ത് പ്രസിഡന്റ് നാഗജ്യോതി ഭാസ്കർ, സേനാപതി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത ഷാജി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജസി സാബു, വിപിൻ C അഗസ്റ്റിൻ, രാജാക്കാട് പഞ്ചായത്ത് അംഗം ജോഷി കന്യാങ്കുഴി എന്നിവർ സംസാരിച്ചു. സംഘടനയുടെ ഭാരവാഹികളായി ജെയിംസ് തെങ്ങൻകുടി, ഫ്രാൻസിസ് അറക്കൽ, അലി കുഞ്ഞിമുഹമ്മദ്, VP ചിഞ്ചുകുമാർ, MM അഭിലാഷ്, KM ജോർലി, എബിൻസ് ചുണ്ടൻകുഴി, VK മാത്യു, KN സജീവൻ, ബിനീഷ്, ബെന്നി ചന്ദ്രൻ, സെബാസ്റ്റ്യൻ തുടങ്ങിയവരും ചുമതലയേറ്റെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്.